റിക്കോട്ട് എന്ന സിനിമയുടെ പുതിയ പോസ്റ്റേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ ആദ്യം നായികയായിട്ട് തീരുമാനിച്ചിരുന്നത് ശ്രുതി ഹാസനായിരുന്നു. ഇപ്പോൾ സിനിമയുടെ നായികയായിട്ട് വരുന്നത് മൃണാൽ താക്കൂറാണ്. ശ്രുതി ഹാസൻ്റെയും ആദിവിശേഷിൻ്റെയും ഒരു ടീസറൊക്കെ യൂട്യൂബിലുണ്ട്. ശ്രുതി ഹാസൻ ഡേറ്റ് ഇഷ്യൂസ് കാരണമാണ് ഈ ഒരു പ്രൊജക്റ്റിൽ നിന്നും പിന്മാറിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആദിവിശേഷിൻ്റെ ഗൂഢാചാരി 2 എന്ന സിനിമയുടെയും പോസ്റ്റർ വന്നിട്ടുണ്ട്. അജിത്തിൻ്റെ വിടാമുയർച്ച സിനിമയുടെ ഭാഗത്തുനിന്ന് പുതിയ സ്റ്റിൽസ് വന്നിട്ടുണ്ട്. തൃശ്ശേനും അജിത്തിനെയും നമുക്ക് ഈ ഒരു സ്റ്റിൽസിൽ കാണാം. ജനുവരി 10-നാണ് വിടാമുയർച്ച സിനിമ തിയേറ്ററുകളിൽ റിലീസിനെത്തുന്നത്. മമ്മൂക്കയുടെ ഡൊമിനിക് സിനിമയുടെ ഡബ്ബിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നലെ ഇന്ദ്രജിത്തിൻ്റെ പിറന്നാൾ പ്രമാണിച്ച് എമ്പുരാൻ സിനിമയുടെ ഭാഗത്തുനിന്നും ധീരം സിനിമയുടെ ഭാഗത്തുനിന്നും ഇന്ദ്രജിത്തിൻ്റെ പുതിയ പോസ്റ്റേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. മാർക്കോ സിനിമയുടെ റിലീസിന് ഇനി 2 ദിവസങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. 1 കോടിയോളം രൂപ സിനിമയുടെ പ്രീസെയിൽ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ 2 കോടിയിലേക്കും അടുത്തിട്ടുണ്ട്. സിനിമയുടെ സെൻസറിങ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റും അതുപോലെ 2 മണിക്കൂറും 24 മിനിറ്റുമാണ് സിനിമയുടെ സമയദൈർഘ്യം. സെൻസറിങ് റിപ്പോർട്ടിൽ നവജാത ശിശുവിനെ കൊല്ലുന്ന രംഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ബ്ലർ ചെയ്തതൊക്കെ ഈ ഒരു സെൻസറിങ് റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വയലൻസ് രംഗങ്ങൾ മാർക്കോ സിനിമയിലുണ്ട്. എന്തായാലും മാർക്കോ സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് ഈ ഒരു സിനിമ മാറും. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.